നമസ്കാരം, ഏവർക്കും ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ലെൻസ്കാർട്ട് IPO ഒക്ടോബർ 31 മുതൽ. കന്നഡ വ്യാപാരികളായ ലെൻസ്കാർട്ടിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഒക്ടോബർ 31 തുടങ്ങും. നവംബർ 4 വരെയാണ് ഈ IPO സബ്സ്ക്രൈബ് ചെയ്യാവുന്നത്. 7,278 കോടി രൂപയാണ് IPOയിലൂടെ ലെൻസ്കാർട്ട് സമാഹരിക്കുന്നത്. നവംബർ 10 ലെൻസ്കാർട്ടിൻ്റെ ഓഹരികൾ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. IPOയ്ക്ക് ശേഷം കമ്പനിയുടെ വിപണി മൂല്യം 72,719 കോടി രൂപയായിരിക്കും. ടാറ്റ ക്യാപിറ്റൽ, HDB ഫിനാൻഷ്യൽ സർവീസസ്, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്നിവയുടെ IPOകൾക്ക് ശേഷം ഈ വർഷം വിപണിയിലെത്തുന്ന 4ാമത്തെ വലിയ പബ്ലിക് ഇഷ്യൂ ആയിരിക്കും ലെൻസ്കാർട്ടിൻ്റേത്. 2,150 കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് IPO വഴി ലെൻസ്കാർട്ട് നടത്തുന്നത്. ബാക്കി തുക ഓഫർ ഫോർ സെയിൽ വഴിയായിരിക്കും. OFS വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളും 12.75 കോടി ഓഹരികൾ വിൽക്കും. 5,128 കോടി രൂപയുടെ OFS ആണ് നടത്തുന്നത്. ലെൻസ്കാർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച ലാഭം 297 കോടി രൂപയാണ്. 2023-24 10 കോടി രൂപ നഷ്ടമായിരുന്നു നേരിട്ടിരുന്നത്. വരുമാനം 5,428 കോടി രൂപയിൽ നിന്നും 6,652 കോടി രൂപയായി ഉയർന്നു. നിഫ്റ്റി 25,900 മുകളിൽ. ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി. നിഫ്റ്റി 25,950 പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 567 പോയിന്റ് ഉയർന്ന് 84,779 നിഫ്റ്റി 171 പോയിന്റ് നേട്ടത്തോടെ 25,966 വ്യാപാരം അവസാനിപ്പിച്ചു. 1,925 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,994 ഓഹരികളുടെ വില ഇടിഞ്ഞു. 155 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI, എറ്റേണൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. ഭാരത് ഇലക്ട്രോണിക്സ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഫോസിസ്, അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. മീഡിയയും ഫാർമയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. മെറ്റൽ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 1% മുതൽ 2% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.7%, സ്മോൾ ക്യാപ് സൂചിക 0.5% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.